നമസ്കാരം കേട്ടാ. നമ്മുടെ ബഹുമാന്യനായ അഭിവന്യനായ ശ്രീമാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പത്തനംതിട്ടയിൽ ഒരു പ്രചാരണത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ, പാർട്ടിയുടെ പ്രചാരണത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിലൊരാൾ എഴുന്നേറ്റ് നിന്നൊരു ചോദ്യം ചോദിക്കാനായി തുടങ്ങുമ്പോൾ തന്നെ അദ്ദേഹം ആ ചോദ്യത്തിന് തടസ്സമുന്നയിച്ചുകൊണ്ട് അത് അയാളുടെ വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞ് പ്രസംഗം തുടരുന്ന ഒരു സാഹചര്യമുണ്ടായി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇദ്ദേഹം ആകാശത്തുനിന്ന് പൊട്ടി വീണ മുഖ്യമന്ത്രിയാണോ? ഇദ്ദേഹം ജനിച്ചപ്പോൾ മുതൽ മുഖ്യമന്ത്രി ആയിട്ടാണോ ജനിച്ചത്? ജനങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവകാശമുണ്ട്. ജനങ്ങളാണ് ഇവരെയൊക്കെ തിരഞ്ഞെടുക്കുന്നത്. ജനപ്രതിനിധികളോടല്ലാതെ പിന്നെ ആരോടാണ് ജനങ്ങൾ പോയി ചോദിക്കുക? ഇത്രയും അഹങ്കാരവും ധാർഷ്ട്യവുമുള്ള ഒരു മുഖ്യമന്ത്രി നമ്മുടെ കേരളത്തിന് തന്നെ ഉണ്ടായിട്ടുള്ളൂ. കേരളത്തിൽ ഇന്നേ വരെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇടതുപക്ഷത്തെ എത്രയോ മുഖ്യമന്ത്രിമാർ ഇവിടെ കേരളം ഭരിച്ചിട്ടുണ്ട്. ആ നയനാരുടെയൊക്കെ വാലേ കെട്ടിയിട്ട് അടിക്കാൻ കൊള്ളാമോ ഇങ്ങനത്തെ ഒരു മുതലിനെ? ആ നയനാരൊക്കെ എന്ന് പറയുമ്പോൾ എതിർ പാർട്ടികൾക്ക് പോലും വളരെ സ്വീകാര്യനായ ഒരു നേതാവായിരുന്നു സഖാവ് ഇ കെ നയനാരൊക്കെ. അദ്ദേഹം എതിർ പാർട്ടിയെക്കുറിച്ച് പോലും മറുപടി പറയുമ്പോൾ വളരെ വിനീതനായി തമാശ രൂപേണയാണ് കാര്യങ്ങൾ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ സഖാവേ. ചോദ്യങ്ങൾ ചോദിക്കും സഖാവേ, അതിനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട് സഖാവേ. അച്യുതാനന്ദനെ മുൻനിർത്തി ഇലക്ഷന് മത്സരിപ്പിച്ച് ജയിച്ചിട്ട് അർഹതയില്ലാത്ത സ്ഥാനത്ത് കയറിയിരുന്നിട്ട് ഇമാതിരി ധാർഷ്ട്യം ജനങ്ങളോട് കാണിക്കുമ്പോൾ ജനങ്ങൾ താങ്കൾക്ക് തക്കതായ മറുപടി തന്നെ നൽകും സഖാവേ, അതിന് യാതൊരു സംശയവുമില്ല. സഹകരണ ബാങ്കുകളൊക്കെയും കൊള്ളയടിച്ച്, ക്ഷേത്രങ്ങളൊക്കെയും കൊള്ളയടിച്ച്, പാവപ്പെട്ടവൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം അത്രയും സഹകരണ ബാങ്കുകൾ നിക്ഷേപിച്ചപ്പോൾ അത് മുക്കി നക്കിയ പാർട്ടിക്കാരോട് ജനങ്ങൾ പ്രതികരിക്കും സഖാവേ. ഇതൊന്നും മറക്കാൻ കഴിയില്ല സഖാവേ. ഇതിനെതിരെ ജനങ്ങൾ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും സഖാവേ. അതിന് വിറളി പിടിച്ചിട്ട് കാര്യമില്ല. ഈ പാർട്ടിയെ ഇങ്ങനെ അധപ്പതനത്തിന്റെ പാതയിലേക്ക് കൊണ്ടെത്തിച്ചതിന്റെ പരിപൂർണ ഉത്തരവാദിത്വം താങ്കൾക്ക് മാത്രമാണ് സഖാവേ. ഇത് താങ്കളുടെ പാർട്ടിയിലുള്ള അണികളും നേതാക്കന്മാരും സഖാക്കളും പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് സഖാവേ എന്നിലൂടെ ഈ വരുന്നത്. ഭരണം ഒരു ഒന്നൊന്നര ഭരണമാണ് കേട്ടോ, ഒന്നൊന്നര ഭരണം. എൻ്റെ പൊന്നൂ.